ശബരിമലയുടെ കേസ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പിണറായി വിജയൻ്റെയും കാലത്തുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്തിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കേവലം സോണിയാഗാന്ധിയെ കണ്ടു, അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് നൂല് കൊടുത്തു, അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ കണ്ടു, ആൻ്റോ ആൻ്റണിയെ കണ്ടു എന്നൊക്കെ പറയുന്ന സ്ഥലത്തു നിന്ന് മാറി വളരെ വലിയ തോതിലാണ് ഇപ്പോൾ 3 ഭരണസമിതിയുടെ പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ പ്രശാന്തിൻ്റെ ഭരണസമിതി, തൊട്ടുമുമ്പുള്ള പത്മകുമാറിൻ്റെ ഭരണസമിതി, അതിനുമുമ്പുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ഭരണസമിതി. പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു പോയി. അദ്ദേഹം വളരെ ഭക്തനായിരുന്നു. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്ന സമയത്തൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയത്തിൽ ആദ്യം തുടക്കത്തിൽ തന്നെ രാഹുൽ ഈശ്വറിനും അവരുടെ താഴ്മണില്ലത്തിൻ്റെ ഭാഗമായ രാഹുൽ ഈശ്വറിൻ്റെ മുത്തശ്ശിയൊക്കെ കൊണ്ട് കേസെല്ലാം കൊടുത്തു. കേസല്ല ഈ പ്രതിഷേധത്തിനിറങ്ങിയപ്പോൾ വളരെ ആദ്യം പ്രതിഷേധത്തിനിറങ്ങിയ ആളായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ. കോൺഗ്രസ് പോലും അറച്ചു നിന്ന സമയത്ത് വളരെ തോതിലാണ് അദ്ദേഹം രംഗത്തിറങ്ങിയത്. പക്ഷേ ഇപ്പോൾ വാജി വാഹനം കൊടുത്തതുമായി ബന്ധപ്പെടുത്തി വാജി വാഹനത്തിനപ്പുറം അഷ്ടദിക്പാലകരുടെ കൊടിമരം എന്തിനാണ് വളരെ കുറഞ്ഞ വർഷങ്ങൾ മാത്രം പ്രായമുള്ള, അല്ലെങ്കിൽ വർഷം മാത്രം പഴക്കമുള്ള ഒരു കൊടിമരത്തിൻ്റെ താഴെ വശത്ത് ചെതലരിച്ചു എന്നൊക്കെ പറഞ്ഞ്, കൊടിമരം എന്നൊക്കെ പറഞ്ഞാൽ 24 മണിക്കൂറും ആളുകൾ കാണുന്ന ലൈറ്റുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തിരിക്കുന്നതാണ്. അത് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെ ചെതലരിച്ചു എന്നൊക്കെ പറഞ്ഞൊരു റിപ്പോർട്ടുണ്ടാക്കി, തന്ത്രി റിപ്പോർട്ട് കണ്ഠര് രാജീവ് റിപ്പോർട്ടുണ്ടാക്കി. അതിൻ്റെ ബേസിൽ അത് പൊളിച്ചു. വലിയ കേസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, വളരെ വലിയ കേസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അജയ് തറയിൽ അടക്കമുള്ള, പഴയ അജി അടക്കമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണം. ഇവിടെയാണ് സുഭാഷിതൻ ചാനൽ ആദ്യം മുതൽ പറയുന്ന ഒരു വിഷയം വന്നിരിക്കുന്നത്. വളരെ ഗൗരവതരമാണ് വിഷയം. ഇത് CBIയെ കൊണ്ടും ഇന്റർപോളിനെ കൊണ്ടും അന്വേഷിപ്പിക്കണമെന്ന് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം ഇതിൻ്റെ ആഴവും പരപ്പും കേവലം ഏതെങ്കിലും 4-5 ഭരണകർത്താക്കളിൽ മാത്രം നിൽക്കുന്നതല്ല. വാജി വാഹനം ആന്ധ്രയിൽ കൊണ്ടുപോയിരിക്കുന്നു. അവിടെ വിറ്റതിന് തിരിച്ചു വന്നിട്ടുണ്ടോ? അതാണ്, അതിനെ സംബന്ധിച്ച് വേറെ കഥകൾ പറയുന്നു. അപ്പോഴാണ് നിലവറ ഉണ്ട് എന്നൊരു വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു. അതായത് തന്ത്രിയുടെ വീട്ടിൽ നിലവറയുണ്ട്. അങ്ങനെ നിലവറയുണ്ടെങ്കിൽ നമ്മുടെ പത്മകുമാറിൻ്റെ വീട്ടിലെ നിലവറയെ സംബന്ധിച്ച് ചില വാർത്തകൾ നേരത്തെ വന്നു. ഒരുപാട് വിഷയങ്ങൾ അവിടെ നിർത്തുകൊണ്ട് പോയി. ഇവിടെയും ചില വിഗ്രഹങ്ങളും വാജിവാഹനത്തിന് അപ്പുറമുള്ള ചില വിഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നിലവറ ഉണ്ട് എന്നുള്ളൊരു വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചിലപ്പം ഊഹാഭോഗങ്ങളായിരിക്കും, ഗോസിപ്പുകളായിരിക്കും, കഥകളായിരിക്കും, പല തരത്തിലുള്ളതല്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ UDFും കുരുക്കിൽ പോയിപ്പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് കുരുക്കിൽ പെടാതെ ഇപ്പോൾ നിൽക്കുന്നത് BJP സംഘപരിവാർ ആളുകൾ മാത്രമാണ്. അവരുമായി ബന്ധപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോയോ അന്നൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് സംഘപരിവാർ BJP ഘടകങ്ങൾ മാത്രമാണ്. അതേസമയം ഈ കൊള്ളയിൽ, കാരണം അവർക്ക് ഒന്നാമത് കേന്ദ്രത്തിൽ ഭരണം ഉണ്ടെങ്കിലും ശബരിമലയിൽ അവർക്ക് ഭരണമില്ല, ദേവസ്വം ബോർഡിൽ അവർക്ക് ആളുകളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇതിനകത്ത് വരാൻ സാധ്യതയില്ല. കേരള സംസ്ഥാനം അവർ ഭരിച്ചിട്ടില്ല. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ 2 മുന്നണി UDFും LDFും കോൺഗ്രസും CPMും ഇതിനകത്ത് വളരെ കൃത്യമായി ശബരിമലയുടെ കൊള്ളയിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആഴം പിറകിലോട്ട്, ഇപ്പോൾ 10 വർഷത്തിലേക്കാണ് പോയതെങ്കിൽ അത് 20 വർഷത്തിലേക്ക് പോവുകയാണ്. 1997, 98 കാലഘട്ടത്തിൽ വിജയമല്യ സ്വർണം കൊടുത്ത കഥ മുതൽ എടുക്കുന്ന ഒരു 30 വർഷക്കാലത്തെ ദേവസ്വം ബോർഡ് ഭരിച്ചവരുടെ മുഴുവൻ കഥയും എടുക്കേണ്ടി വരുമ്പോഴാണ് ഒരുപാട് ഓഫീസർമാർ അവിടെ ജോലി ചെയ്തിരുന്നു. IPS ഓഫീസർമാർ ജോലി ചെയ്തു, IAS ഓഫീസർമാർ പലരും അവിടെ ജോലി ചെയ്ത് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രവർത്തിച്ചിരുന്നു. ഒരുപാട് നോൺ IASകാർ പ്രവർത്തിച്ചിരുന്നു. ജയശ്രീയെ പോലുള്ള സെക്രട്ടറിമാർ പ്രവർത്തിച്ചിരുന്നു. മുരാരി ബാബുവിനെ പോലുള്ളവർ പ്രവർത്തിച്ചിരുന്നു. ധാരാളം ആളുകൾ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ വളരെ സമഗ്രമായ ഒരു അന്വേഷണം ശബരിമലയിൽ വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദുക്കളെ ഭീതിപ്പെടുത്തുന്നത്. മറ്റൊരു പ്രധാന കാര്യം കൂടി ഞാൻ പറയട്ടെ. മുസ്ലിം സമുദായത്തിലോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ മറ്റേതെങ്കിലും ഒരു ബുദ്ധമതം, വളരെ കുറച്ച് പേരെ ബുദ്ധമതത്തിലുള്ളൂ ഇന്ത്യയിൽ, ബുദ്ധമതത്തിലോ ഒന്നും ഇത് നടക്കില്ല. ഇതെല്ലാം നടക്കുന്നത് തെരുവിൽ കെട്ടിയ ചെണ്ടയെപ്പോലെ എല്ലാവരും വന്ന് തലങ്ങും വിലങ്ങും അടിക്കുന്നത് ഹിന്ദു മതത്തെ തന്നെയാണ്. അത് മുസ്ലിങ്ങളായിട്ടുള്ളവർക്കും വന്നടിക്കാൻ അവസരം കിട്ടുന്നു, യുക്തിവാദികൾക്ക് വന്നടിക്കാൻ അവസരം കിട്ടുന്നു, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് വന്ന അവസരം. ഞാൻ ഒരു ജാതിയും മതവും പറയുന്നതല്ല, പക്ഷെ നമ്മൾ ചാനലുകളൊക്കെ പരിശോധിച്ച് നോക്കൂ, വളരെ ആവേശത്തോടു കൂടിയാണ് ഹിന്ദു നാമധാരികളല്ലാത്ത ആങ്കർമാരൊക്കെ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഇതിനെ കുത്തിക്കീറുന്നത്. വളരെ കഷ്ടമാണ്, സങ്കടകരമായ കാര്യമാണ്. പക്ഷേ എന്തു ചെയ്യാം, ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന മത സംവിധാനവും
ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന സനാതന ധർമ്മമായതുകൊണ്ട് വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടെന്നുള്ള നിലയിൽ ആരും ഒരു സംവിധാനത്തിലോ ഒരു ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പറ്റം ഗുരുക്കന്മാരുടെയോ സന്യാസിമാരുടെയോ ആചാര്യന്മാരുടെയോ കീഴിലല്ലാതെ നിൽക്കുന്നത് കൊണ്ടും താന്ത്രിക സമുച്ചയമടക്കമുള്ള പുസ്തകങ്ങളൊന്നും ആധികാരികമായി പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടും അതൊന്നും പൂജകളും തന്ത്രങ്ങളും വേദങ്ങളും ഒന്നും ഗൗരവമായി പഠിക്കാൻ പ്രയാസവും കുറച്ച് സംസ്കൃതമൊക്കെ അറിയണം. അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ടും കണ്ടാടപ്പ 16 എങ്കാടപ്പ 16 എന്നുള്ള നിലയിൽ എല്ലാം ചെയ്തു കൂട്ടുകയും തെരുവിൽ നിൽക്കുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ശബരിമലയിൽ 20 വർഷക്കാലത്തെ കഥയിലേക്ക് ഇപ്പം നീളുന്നു. ഇനിയും പിറകിലോട്ട് പോകാം, അതാണ് വിഷയം. അപ്പോൾ വളരെ സമഗ്രമായ ഒരു ഓഡിറ്റ് ശബരിമലയിൽ നടക്കേണ്ടതുണ്ട്. അതിനിടയിലാണ് കെ ജയകുമാർ IAS പോലെയുള്ള പുതിയ ഒരു മുൻ ചീഫ് സെക്രട്ടറി ആയ ആള് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ചെന്നിരുന്നപ്പോഴും അവിടെ അവശിഷ്ട നെയ്യിൽ ശിഷ്ടമായിട്ട് വരുന്ന പൂജ കഴിഞ്ഞ് വരുന്ന നെയ്യിൽ കള്ളം കാണിച്ചിരിക്കുന്നു. അത് കൊടുക്കുന്നതിൽ 50 ലക്ഷത്തിലധികം രൂപയുടെ കൊള്ള, അത് വലിയ കൊള്ള. അവിടെ എലി കയറി എന്ന് റിപ്പോർട്ടുണ്ടാക്കുന്നു ശ്രീകോവിലിൽ. എവിടെ ഏത് വഴിയായി എലി കയറുക, അവിടെ ചിതലുണ്ടാകുന്നു റിപ്പോർട്ടുണ്ടാകുന്നു. അങ്ങനെ വലിയ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയിട്ടാണ് വളരെ വലിയ തോതിലാണ് ശബരിമലയിൽ കൊള്ള നടക്കുന്നത്. ആപാത ചൂടം കൊള്ളയാണ് ഒരു ക്ഷേത്രത്തിൽ. ഇനി പറയുമ്പോൾ 1970-കൾ കഴിഞ്ഞിട്ട് ഓഡിറ്റ് നടക്കാത്ത ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചും ഒരുപാട് ആക്ഷേപം ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നു. ആക്ഷേപമാണ്, നമുക്കിപ്പോൾ ഡേറ്റയൊന്നും നമ്മളെ കയ്യിലില്ല. അതുപോലെ പല ക്ഷേത്രങ്ങളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ഈ ആക്ഷേപങ്ങൾ ഒന്നൊന്നായി ചെട്ടിക്കുളങ്ങരയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അവിടുത്തെ സ്വർണ്ണാഭരണം എടുത്ത കഥ വന്നിരുന്നു, ഏറ്റുമാനൂരത്തെ കഥ വന്നിരുന്നു, വൈക്കത്തെ കഥ വന്നു. ഒരുപാട് ക്ഷേത്രങ്ങളിലെ ഇതുപോലത്തെ കഥകൾ വരുന്നത് വളരെ ഒരുതരം ഗതികേടാണ്, മോശമാണ്, സങ്കടകരവും ഖേദകരവുമായ കാര്യമാണ്. പക്ഷേ എന്തു ചെയ്യാം, ഹിന്ദുവിന് അങ്ങനെ ഒരു കർമ്മദോഷം കിടപ്പുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം, ഒരു വാസനാദോഷം കിടപ്പുണ്ടോ എന്നറിയില്ല. എന്തായാലും ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ ഇന്നത്തെ എല്ലാ പത്രങ്ങളും, എല്ലാ ചാനലുകളും, സാറ്റലൈറ്റ് ചാനലുകളും, സോഷ്യൽ മീഡിയ എന്ത് നോക്കിയാലും ശബരിമലയുടെ കൊള്ളയുടെ പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടത് നെത്തോലിയാണെങ്കിൽ കാണാനിരിക്കുന്നത് വൻ സ്രാവുകളുടെയും വൻ കഥകളാണ് അങ്ങോട്ട് പോകുന്നത്. ഓരോ സാധനങ്ങളും എടുത്തു മാറ്റിയത്, അഷ്ടദിക്പാലകരെടുത്തതും അത് കൊണ്ടുപോയത്, വാജീവാഹനം എടുത്തത്, കൊടിമരത്തിൻ്റെ മൂടുവശമൊക്കെ കുത്തിപ്പൊളിച്ചത്, പുതിയ കൊടിമരത്തെക്കുറിച്ച് ചിന്തിച്ചത്, വാതിൽപ്പാളി എടുത്തത്, കട്ടളപ്പാടി എടുത്തത്, ഇങ്ങനെ ഓരോ വിഗ്രഹം ഒഴിച്ച്, ആ പഞ്ചലോഹ വിഗ്രഹം അകത്തിരിക്കുന്നത് ഒഴിച്ച് വലിയ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇനി അത് തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്നും അറിയാത്ത രീതിയിലേക്കാണ് ശബരിമല വിഷയം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പുതിയ വാർത്തകൾ, അത് ഊഹാഭോഗമാണെങ്കിലും പരക്കുന്നു. ശബരിമല തന്ത്രിയുടെ വീട്ടിലെ നിലവറയെ സംബന്ധിച്ചും വാർത്തകൾ ഇങ്ങനെ ചൂടപ്പം പോലെ വിറ്റുപോകുന്നുണ്ട്. അത് ന്യായാന്യായങ്ങളും ശരികളുമൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്നു കാണാം.